ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോയും നീറോയും. ഉദയം പേരൂരിൻ്റെ ഉപരോധം. നീറോയുടെ ജീവിതം, ലൈഫ് ഓഫ് നീറോ എന്ന പേരിൽ റോമൻ ചരിത്രകാരനായ സ്വെഥേനിയോസ് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. സ്വെഥേനീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവർഷം 69 അദ്ദേഹം ജനിച്ചത്. 122 ശേഷമാണ് അദ്ദേഹം മരിച്ചത്. യേശുവിനെക്കുറിച്ച് ബൈബിളിന് പുറത്ത് പല രേഖകളുണ്ട് യേശുവിനെ സൂചിപ്പിക്കുന്ന. അതിൽ ഒരു ചരിത്ര രേഖയാണ് ഈ സ്വെഥേനീസിൻ്റെ രചന. ഈ ലൈഫ് ഓഫ് നീറോ എന്ന് പറയുന്ന നീറോയുടെ ജീവിതം, റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയുടെ ജീവിതം, ആ നീറോ ആത്മഹത്യ ചെയ്യുന്നത് 68 ഇദ്ദേഹം ജനിക്കുന്നത് 69. അപ്പം നീറോ മരിച്ച് ആത്മഹത്യ ചെയ്ത് ഏതാനും വർഷങ്ങൾക്ക് ഇദ്ദേഹം പിറ്റേ വർഷം അദ്ദേഹം ജനിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നീറോയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതി. ആ സ്വെഥേനീസ് എഴുതിയ ലൈഫ് ഓഫ് നീറോയുടെ ജീവിതം എന്ന പുസ്തകത്തിൽ അധ്യായം 18 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ അദ്ദേഹം വർണ്ണിക്കുന്ന ഒരു കാര്യമുണ്ട്. നീറോ ചക്രവർത്തിക്ക് പാട്ട് പാടാൻ അറിയില്ലായിരുന്നു, ഒട്ടുമില്ലായിരുന്നു. നമുക്കറിയാലോ, സംഗീതം, കല എന്നൊക്കെ പറയുന്നത് ഒരു ജന്മവാസനയാണ്, ഒരു സിദ്ധിയാണത്, കരിസ്മ. പക്ഷെ അദ്ദേഹത്തിന് അത് ദൈവം കൊടുത്തിട്ടില്ല പാട്ട് പാടാൻ. പക്ഷേ താൻ വലിയ പാട്ടുകാരനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. അതങ്ങനെ വിചാരിക്കുക മാത്രമല്ല, അത് വളരെ ഗൗരവമായിട്ട് വിചാരിച്ച് പല ഉപകരണങ്ങളും പഠിക്കാൻ തുടങ്ങി. സംഗീതോപകരണങ്ങൾ, ഉപകരണങ്ങൾ. പക്ഷെ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ വാസനയില്ല, ജന്മവാസനയില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വരം വളരെ ദുർബലവും പിന്നെ പരുപരുത്തതുമായിരുന്നു. ഈ പാറപ്പുറത്ത് ചിരട്ടയിട്ടവരൊക്കെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു ഹസ്കി സൗണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നിട്ടും താൻ ഒരു പാട്ടുകാരനാണ്, സംഗീതജ്ഞനാണ്, വാദ്യോപകരണങ്ങൾക്ക് വായിക്കാൻ അറിയുന്നവനാണ് എന്നെല്ലാം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പബ്ലിക് പെർഫോമൻസ് നടത്തും. തിയേറ്ററുകളിൽ, വലിയ തിയേറ്ററുകളിൽ പുള്ളി പോയിട്ട് ഇങ്ങനെ വാദ്യം വായിച്ച് പാട്ട് പാടും. ദിവസങ്ങളോളം എടുക്കും പാട്ട് പാടലൊക്കെ. പബ്ലിക് പെർഫോമൻസ് ആണ്. പട്ടാളക്കാരാണ് മുഖ്യമായും ശ്രോതാക്കൾ. ഓരോ പാട്ട് കഴിയുമ്പോഴും ഇത്ര നേരം കൈയടിക്കണമെന്നൊക്കെ ഈ നീറോ സീസർ കൽപ്പിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ കൽപ്പനയാണ്. ലംഘിച്ച കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. തല കഴുത്തിന് മുകളിൽ ഇരിക്കില്ല, വേറെ എവിടെയെങ്കിലും ഇരിക്കും. ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഇറങ്ങിപ്പോകുന്നവർ അന്നേരം കൊന്നു കളയും. അതുകൊണ്ട് ചില പട്ടാളക്കാരൊക്കെ ഇങ്ങനെ പാട്ട് കേട്ട് ചത്തു വീഴുന്നിട്ട് അഭിനയിക്കും. അപ്പോൾ അവരെ പരിചാരകന്മാരെ തൂക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുപോകും. പരിചാരകന്മാർക്കും അതൊരു ഒരു ആശ്വാസമായിരുന്നു. ഈ തിയേറ്ററിൽ പാട്ട് പാടുകയും ഇല്ലേ, പാട്ട് കച്ചേരിയാണ്. ഈ പാട്ട് കച്ചേരി നടത്തുമ്പോൾ തിയേറ്റർ മൊത്തം അടച്ചിടും. തുടർച്ചയായി വളരെ ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകൾ നീണ്ടുപോകും. അങ്ങനെ നീറോ പാടിയിരുന്നത് കൊണ്ട് ചില സ്ത്രീകൾ, ഗർഭിണികളായ ചില സ്ത്രീകൾ തിയേറ്ററിനകത്ത് തന്നെ പ്രസവിച്ചിരുന്നു. ഇത് ലൈഫ് ഓഫ് നീറോ എന്ന പുസ്തകത്തിനകത്ത് സ്വെഥേനീസ് എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അധ്യായം 18 മുതൽ വായിച്ച് നോക്കാം. ഈ പുസ്തകത്തിനകത്ത് പ്രാചീന പുസ്തകമാണ്. നീറോയെ പോലുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് നാം ഇപ്പോൾ. പരമോന്നത കോടതി, സുപ്രീം കോടതി, അപ്പസ്തോലിക് സിഞ്ഞത്തൂറ, അതിൻ്റെ അനുവാദമില്ലാതെ ഒരു രൂപതയിലോ അതിരൂപതയിലോ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണലിന് രൂപം കൊടുക്കാൻ പാടില്ലത്രേ. നിയമപ്രകാരം അനുവാദം കിട്ടിയിട്ട് വേണം ചെയ്യാൻ. പക്ഷേ നീറോ അതൊന്നും നോക്കിയില്ല, കാര്യമാക്കിയില്ല. അല്ലെങ്കിലും നിയമം അനുസരിച്ചല്ലല്ലോ നീറോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. പുര കത്തുമ്പോൾ വീണ വായിക്കുന്ന ശീലമുള്ള നമ്മുടെ നീറോ സ്വന്തം കൽപ്പനകൾ, താൻ പുറപ്പെടുവിച്ച കൽപ്പനകൾ തന്നെ ലംഘിക്കാനുള്ള അനുവാദം തേടി വിജാതീയ കോടതികളെ കയറി ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരാൾ നിയമം പാലിക്കുമോ? പരമോന്നത കോടതിയോ സുപ്രീം കോടതിയോ അപ്പസ്തോലിക് സിഞ്ഞത്തൂറയോ ആരുടെയൊക്കെ കോടതിയാണെങ്കിലും ആ നിയമങ്ങളൊന്നും പാലിക്കാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു യുഗാന്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറ്റകരമായ അനാസ്ഥയാണോ, നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണോ, അതോ മനഃപൂർവ്വം നമ്മെല്ലാം കുരങ്ങ് കളിപ്പിക്കുന്നതാണോ, കബളിപ്പിക്കുന്നതാണോ, നമുക്കറിഞ്ഞുകൂടാ.
പരമോന്നത നീതിപീഠം എന്ത് ചെയ്തു? പതിവ് ശൈലി പുറത്തെടുത്തു, വെച്ച് താമസിപ്പിക്കുക, സമയത്ത് ഇടപെടാതിരിക്കുക. ആരാണോ ട്രിബ്യൂണലിനെ, സ്പെഷ്യൽ ട്രിബ്യൂണലിനെ സൃഷ്ടിച്ചത്, ആ സ്രഷ്ടാക്കൾക്കെതിരെ ഈ ട്രിബ്യൂണൽ തെളിവുകൾ ശേഖരിക്കുക, സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുക, തൊണ്ടി സാധനങ്ങൾ പരിശോധിക്കുക, അങ്ങനെ എല്ലാം പരിശോധിച്ചതിൻ്റെ, വളരെ വസ്തുനിഷ്ഠമായി പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ സ്രഷ്ടാക്കൾ തന്നെ കുറ്റക്കാരെന്ന് ട്രിബ്യൂണൽ കണ്ടു വിധി പ്രസ്താവിച്ചു. കുറ്റമെന്തെന്ന് കണ്ടെത്തി കുറ്റത്തിലുള്ള ശിക്ഷ വിധിച്ചു. അത് സംഭവിക്കുന്നത് വരെ പരമോന്നത നീതിപീഠം ഇങ്ങനെ കാത്തിരുന്നു. ഇങ്ങനെ നടക്കട്ടെ. എന്തിനാ? അങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ഒരു കാര്യം അറിയിച്ചു. എത്ര വലിയ പോഴന്മാരാണ് ഈ നീറോമാരായിട്ട് വാഴുന്നത് എന്ന് നാട്ടുകാരെ അറിയിച്ചു, വീട്ടുകാരെ അറിയിച്ചു. അതുവരെ പരമോന്നത നീതിപീഠം വെച്ച് താമസിപ്പിച്ചു. വീട്ടുകാരും നാട്ടുകാരും കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ ചിലതിനെല്ലാം തടയിടാനായി പരമോന്നത നീതിപീഠം ഇറങ്ങി വന്നിരിക്കുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചതിനും ദുരുപയോഗം ചെയ്തതിനും നീറോമാർക്കെതിരെ പരമോന്നത കോടതി നടപടിയെടുക്കുമോ? അതോ ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടുകൃഷിയാണോ? ഇവരെല്ലാവരും ദൈവിക ന്യായാസനത്തിങ്കൽ ഒരുമിച്ച് ഹാജരാകേണ്ടി വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നീറോയുടെ അടച്ചിട്ട തിയേറ്റർ പോലെ തോമാക്കുന്നിൽ ഉള്ളവരെല്ലാം അവിടെ തന്നെ പ്രസവിക്കുന്നത് വരെയോ, ചത്ത പോലെ അഭിനയിച്ചു വീഴുന്നത് വരെയോ അവിടുത്തെ കൂരി എങ്ങനെ അടച്ചു പൂട്ടി കെട്ടപ്പെട്ട നിലയിലായിരിക്കും. ഇപ്പോൾ കിട്ടിയൊരു വാർത്ത കൂടി പങ്കുവയ്ക്കട്ടെ. ഏകീകൃത കുർബാന യാതൊരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടിരുന്നൊരു പള്ളിയായിരുന്നു ഉദയംപേരൂർ പള്ളി. സഭ കൽപ്പിച്ച, മാർപ്പാപ്പ അംഗീകരിച്ച സഭയുടെ ഏകീകൃത കുർബാന ഒരു തടസ്സവുമില്ലാതെ നടക്കുകയായിരുന്നു അവിടെ. എന്നാൽ ഘട്ടം ഘട്ടമായി ഏകീകൃതം നടപ്പാക്കാൻ വേണ്ടി, ഘട്ടം ഘട്ടമായി ഇല്ലിസിറ്റ് കുർബാന എല്ലാവിടെയും നടപ്പാക്കാൻ സ്വന്തം ആളുകളെ വിട്ടും ചില വേശ്യപ്പെണ്ണുങ്ങളും വിട്ടും അവിടെ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ പള്ളി അടപ്പിച്ചു. അതൊരു മറ്റൊരു കൂരിയ. ആ കൂരിയായെ ഇപ്പോൾ ഉദയംപേരൂർ പള്ളിക്കാർ ഉപരോധിക്കുകയാണ്. ഈ നോമ്പ് കാലത്തെങ്കിലും ഞങ്ങളുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ നിറവേറ്റിത്തരൂ എന്ന യാചനയുമായിട്ടാണ് അവർ കൂരിയായിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 കൂരിയായും കൂടി എന്താണ് ചെയ്യുന്നത്? ഈ ചൈനയുടെ ഏകഛത്രാധിപതി ക്സി ജിൻപിങ്, അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെ സ്വേച്ഛാധിപതി കിം ജോങ് ഉൻ എന്നിവരെല്ലാം നമ്മുടെ നീറോമാരെക്കാൾ എത്രയോ ഭേദം. അവർ സ്വന്തം ആളുകളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.